ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മീൻ വറക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ചേരുവകൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പല ടൈപ്പിലുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണാം. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 അയല എടുത്തിട്ടുണ്ട്. ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്കൊരു 7-8 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളി ആയ കാരണമാണ് കേട്ടോ കുറച്ച് അധികം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ചെറിയുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും നല്ല ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന്, അതായത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ അളവിലാണ് ചേർക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാണെങ്കിലും ഉപയോഗിക്കാം. വിനാഗിരി ആകുമ്പോൾ ചെറുനാരങ്ങ നീരിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ ഇവിടെ തണുപ്പായ കാരണമാണ് കേട്ടോ കട്ടിയായിട്ടിരിക്കണത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത്. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പേസ്റ്റ് നമുക്ക് മീനിൽ നല്ലപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മീൻ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വരഞ്ഞതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വരും. അതുപോലെ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം മീനിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വരിക. പിന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ തന്നെയായിരിക്കും മീൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിൽ എല്ലാ മീനിലും നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരമണിക്കൂറോളം സമയം ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലോർ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ കോൺഫ്ലോർ എന്തിനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതെന്ന് വെച്ചാൽ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാനാണ്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1 ടേബിൾ സ്പൂൺ. അതിപ്പോൾ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇതിൽ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ മീനുണ്ടല്ലോ, അത് ഇതിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ട് കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഈ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഓവറായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിൽ കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എണ്ണയിൽ ഈ പൊടിയൊക്കെ വീണിട്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ മീനും നമുക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ ഒരു പൊടി മാറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഗോവൻ സ്റ്റൈലിലുള്ള റവ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഫിഷ് ഫ്രൈഡ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവയാണെന്നുണ്ടെങ്കിലും കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിലും ഈ മീൻ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുറം ഭാഗത്ത് മാത്രമാണ് ക്രിസ്പി ആയിട്ട് വരുള്ളൂ, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക.
എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അവസാനത്തെ ഫിഷും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മീനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ടുള്ള സ്ലൈസസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഈ സെയിം രീതിയിൽ തന്നെ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു നാടൻ ഫ്ലേവർ തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും വരും. അതുപോലെ ഫിഷ് ഫ്രൈ കൂടുതൽ നന്നായിട്ട് തന്നെ വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ മീൻ അടിഭാഗത്തൊന്നും തീരെ പിടിക്കില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ മീനിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ താഴെ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണല്ലോ. ഇനി നമുക്ക് മീൻ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മീനാണ് ഇട്ട് കൊടുക്കണത്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനിതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ നമ്മൾ കോരി എടുക്കുമല്ലോ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം, ആ ഒരു സമയത്ത് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തു. അങ്ങനെയാവുമ്പോൾ എക്സസ് ആയിട്ട് ഓയിലൊന്നും ഈ മീനിൽ പിടിക്കില്ല, നന്നായിട്ട് തന്നെ വരും. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം, നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ മീൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലുള്ള ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, അത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം ബാക്കിയുള്ള മീനും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു രീതിയിൽ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ കരിമീൻ വാഴയിലയിൽ പൊള്ളിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പല ടൈപ്പ് മീനുകൾ ക്ലീൻ ചെയ്യണ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞണ്ട്, ചെമ്മീൻ, അങ്ങനെയുള്ള മീനുകളൊക്കെ, പിന്നെ കണവ, മത്തി, അങ്ങനത്തെ മീനുകളെല്ലാം. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഇതും ഞാൻ തിരിച്ചു മറിച്ച് വന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ മീനൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊന്നും വരില്ല. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. എപ്പോഴും ഏത് റെസിപ്പീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്ലോ കുക്കിംഗ് തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പ്രത്യേകിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാത്ത റെസിപ്പീസ് എല്ലാം തന്നെ കേട്ടോ. ഇപ്പം നമ്മുടെ ഫിഷ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോയത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.